ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ് എന്നുള്ളൊരു വേർഡ്. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? ഞാൻ അത് പെണ്ണുപിടിയാണോ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം എന്നുള്ളതാരാ? നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പെണ്ണുപിടിയാണെന്ന്? ആണോ? സംശയമുണ്ടോ? സ്വന്തം ഭാര്യന്റെ കൂടെ അല്ലാതെ റീൽസ് ചെയ്ത എത്ര ആൾക്കാരുണ്ടോ? ഇല്ലേ? ഉണ്ടോ? റീൽസ് കണ്ട് സീരീസ് നോക്കി ഇയാൾ ഒരു പെണ്ണുപിടി എന്ന് പറയാൻ പറ്റുമോ? അത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിളാ നമ്പ്യാർ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് സ്ത്രീകളോട് അഭിനയിക്കുമ്പോൾ പെണ്ണുപിടിയനായി മാറി. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന മറ്റൊരു വ്യക്തിയാണ് നിളാ നമ്പ്യാർ. കൂടി എനിക്കറിയാം, ഗോസിപ്പ് കേട്ടിട്ടുണ്ടാവും, പല രീതിയിലുള്ള കോൺട്രവേഴ്സീസ് കേൾക്കുന്നുണ്ട്. ദാസേട്ടാ, എന്താണത് പറയാനുള്ളത്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിളാ നമ്പ്യാർ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരു മോശക്കൂടും ആ വീഡിയോയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചെയ്ത് നല്ല അടിപൊളി വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അവരെ കൂടെ നടന്നു വരിക. എന്തിനാണ് വെറുതെ ഒരാളെയും കൂടി ഇതിൽ അനാവശ്യമായി വലിച്ചെടുക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ചെയ്ത അവരുടെ കൂടെ വീഡിയോ പക്ക അടിപൊളി വീഡിയോ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം എൻ്റെ കൂടെ കുറെ സ്ത്രീകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒരു കൂട്ടത്തിൽ നിളാ നമ്പ്യാരെ കൂടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ശരിക്കും അങ്ങനെയാണെങ്കിൽ നിളാ നമ്പ്യാരെ മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? ഒരിക്കലില്ല. ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുത്ത ഡിബിൻ ഡെമോണാണ് അവരുടെ കൂടെ ഒരു വീഡിയോ എടുത്തത്. ആ സമയം അവൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്തു, ഞാൻ വീഡിയോ എടുക്കാൻ പിറവം പാത്താണ് ഷൂട്ടാണ് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. നിളാ നമ്പ്യാർ എങ്ങോട്ട് പോയിട്ട് എനിക്കറിയില്ല. അവരവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ അനാവശ്യമായിട്ട് എന്തിനാ നിങ്ങൾ വെറുതെ വിവാദം ഉണ്ടാക്കുന്നത് എനിക്ക് ചോദിക്കാം. എന്റെ കൂടെ എത്രയോ ആൾക്കാർ വീഡിയോ എടുത്തിട്ടുണ്ട്. അവരെ കൂടെ ഒരു വീഡിയോ എടുത്തു. അതിലിപ്പോ എന്താ ഒരു സ്ത്രീന്റെ കൂടെ ഒരാളെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ. എടുത്ത വീഡിയോ നല്ലതാണോ മോശമാണോ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ദാസേട്ടാ, ഇപ്പം ഒത്തിരി കമന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നൊരു മറ്റൊരു കമന്റ് ആണ്, ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു കമന്റ് വന്ന് കഴിഞ്ഞാൽ തോന്നുന്നു അങ്ങനെയാണോ ശരിക്കും? ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? അല്ല, ഞാൻ ചോദിച്ചതല്ല ശരിക്കും. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ? ഞാൻ ചോദിച്ച ചോദ്യമല്ല ഇത്. പറയുന്നത് ഒരാളെ വിളിച്ച് ഇൻസൾട്ട് ചെയ്തത് തുല്യമാണ്. ഒരാളെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി ഞാൻ അവിടെ കൊടുത്തോളൂ. ആ കമന്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അത് പെണ്ണുപിടിയാണോ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം എന്നുള്ളതാരാ? ആരാ തന്നത്? ഇതുപോലത്തെ ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത്? എന്നെ പോലെ വ്യക്തിയെ നിങ്ങൾ ക്ഷണിച്ച് ഞാൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ഇതുപോലെ ചോദ്യമാണ് എന്നോട് ചോദിക്കേണ്ടത്. അതിന് മറുപടി പറയും. കമന്റ് ഇട്ടു പറഞ്ഞ പോലെ നിങ്ങൾ പെണ്ണുപിടിയാണോ ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അത് ഹേർട്ട് ചെയ്യുന്ന കമന്റ് ആണ് എന്നെ. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പെണ്ണുപിടിയാണെന്ന്? ആണോ? സംശയമുണ്ടോ? ഇന്റർവ്യൂ നമുക്ക് ഇവിടെ എന്റെ സത്യസന്ധത എനിക്ക് തെളിയിക്കണം. ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് അതിനുള്ളൊരു ഉത്തരം തരേണ്ടതില്ല ആക്ച്വലി. അല്ല, ശരിയാണ്. ഉത്തരം തരേണ്ടതാണ്. തീർച്ചയായും ഉത്തരം തരും. ആ സംശയമില്ല. ഉത്തരം ഞാൻ ഇവിടെ പറയണോ? സോറി, ആ കമന്റ് ഞാൻ കണ്ടിരുന്നു. എന്താ എനിക്കും എന്റെ ഫാമിലിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന സമൂഹത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന കുടുംബക്കാർക്ക് എല്ലാവരും ഹേർട്ട് ചെയ്യുന്ന കമന്റ് തന്നെയാണ്. ദാസേട്ടൻ കോഴിക്കോട് പെണ്ണുപിടിയാണോ? അല്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഞാൻ സോഷ്യൽ മീഡിയ കുറെ ആൾക്കാർ റീൽസ് ചെയ്യുന്ന ആളാ സ്ത്രീകളോടെ. അത് ആ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് 60 മിനിറ്റ് ചെയ്യുന്ന റീൽസ് കണ്ട് സീരീസ് നോക്കി ഇയാൾ ഒരു പെണ്ണുപിടി എന്ന് പറയാൻ പറ്റുമോ? അത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്റെ കൂടെ സ്ഥിരമായിട്ട് കുറെ കാലമായി ജോലി ചെയ്യുന്ന ആൾ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാണ് അയാൾ ഒരു പെണ്ണുപിടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. എന്റെ വീഡിയോസിൽ കൂടെ മാത്രം എന്നെ കാണുന്ന ഏതൊരാൾ പറയാണ് ഇയാൾ ഒരു പെണ്ണുപിടിയാണ്. അതിനെന്താ അടിസ്ഥാനമുള്ളത്? അത് ഊന്നി ചോദിക്കുന്ന സ്വഭാവമല്ലേ നിങ്ങളിവിടെ കാണിച്ചത്, എന്നോട് ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന കമന്റ്സിനും എന്തായാലും ഇതുപോലെ പ്രതികരിക്കേണ്ടി വരില്ലേ? ബാക്കി വരുന്ന കമന്റുകൾ എന്നെ ഒരിക്കലും ഇത് എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലിയെ സംബന്ധിച്ച് എന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന കമന്റാ. ഇപ്പൊ സിനിമാ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? സൂപ്പർ സ്റ്റാർ എത്ര നടന്മാരോടെ നായകനോട് അഭിനയിക്കുന്നില്ലേ? അവരോട് ആരും പെണ്ണുപിടി ആരും പറയുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാം പോലത്തെ റീൽസ് വേറെ 30 സെക്കൻഡ് 1 മിനിറ്റിനുള്ളിൽ അഭിനയിക്കുന്ന ഒരാളെ പെണ്ണുപിടിയൻ. അങ്ങനെ എത്ര ആൾക്കാർ റീൽസ് ചെയ്യുന്ന പല സ്ത്രീകളെ കൂടെ സ്വന്തം ഭാര്യന്റെ കൂടെ അല്ലാതെ റീൽസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടോ? ഇല്ലേ? ഉണ്ടോ? സ്വന്തം ഭാര്യനെ വെച്ച് മാത്രം റീൽസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ പറയും. ഒരു പുരുഷനും സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീൽസ് ചെയ്യാം. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ശോഭിക്കുമ്പോൾ ഒരു കാര്യം ഈ പറയുന്ന ഇപ്പം ഇത്രയും വികാരം മീൻസ് ലൈക്ക് ഇത്രയും ഷൗട്ട് ചെയ്യാണ്ട് കാര്യമുണ്ട്. പക്ഷെ ഈ കമന്റ് ഇട്ട വ്യക്തിയോട് ഇത് എന്തുകൊണ്ട്? ഈ കമന്റ് ഇട്ട വ്യക്തിന്റെ സ്ക്രീൻഷോട്ട് ആണ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആരെട്ടോന്ന് എനിക്കറിയാം.
അപ്പൊ ഇട്ട ആരാണെങ്കിലും കൊണ്ടത് എനിക്കാട്ടോ. അത് ആ ഇട്ട ആള് പറയുന്ന പോലെയാണ് കുട്ടീനെ പോകാൻ ശ്രദ്ധിച്ച് കണ്ടത്. ഡെഫിനറ്റ്ലി അല്ല. അതല്ല, ഇപ്പൊ ഞാൻ കൂളായി. ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് ഇപ്പൊ കൂളായി. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിന് മറുപടി ഞാൻ കൊടുക്കാൻ വിചാരിച്ചിരുന്നു. അത് ഈ ഇന്റർവ്യൂവിൽ പറയാൻ കഴിഞ്ഞു എനിക്ക്. തീർച്ചയായും ഒറ്റ കാര്യം കഴിഞ്ഞില്ല. റീൽസും സിനിമയും ഒരേപോലെ തന്നെയാണ്. രണ്ടും ഒരേ പ്ലാറ്റ്ഫോമായി വിചാരിക്കുന്ന അഭിനയാണ്. സിനിമ ചെയ്യുന്ന പോലെ അടിപൊളി ക്യാമറ വെച്ചിട്ട് തന്നെ ഞങ്ങൾ റീൽസ് ചെയ്യുന്നത്. ഞാനും അടിപൊളി ക്യാമറ വെച്ച് ചെയ്യുന്നത്, അടിപൊളി ഔട്ട്പുട്ടും അടിപൊളി എഡിറ്റിംഗ് പക്കയാണ് ഞങ്ങളെ. അതുപോലെ തന്നെ സിനിമ അഭിനയം രണ്ടല്ല ഒന്നായി വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇതിന് സ്ത്രീകളോട് അഭിനയിക്കുമ്പോൾ പെണ്ണുപിടിയനായി മാറി. ഇപ്പൊ ഞാൻ നാളെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പെണ്ണുപിടി എന്ന് പറയും. അവിടെ പറയും. അതാണ് കമന്റ് എടുക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയുള്ളൂ, പോയി പണി നോക്കുക. അത്രേ ഉള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ പണി നോക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിച്ച സ്റ്റേറ്റ്മെന്റിനോട് എന്തിനാണ് റിയാക്ട് ചെയ്തത്? ഞാനൊരു മനുഷ്യനാണ്. എന്നെ ഹേർട്ട് ചെയ്ത സംഗതി ഞാൻ പ്രതികരിക്കും. പ്രതികരണ ശേഷി ഇല്ലാത്ത മനുഷ്യനാണോ സൂര്യ? ആണോ? ഒരിക്കലല്ല. പ്രതികരണം എവിടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രതികരണം വരും. അല്ലെങ്കിൽ ആൾ പൊട്ടനാണ്. പ്രതികരണം എവിടെയെങ്കിലും വരും. ഏതെങ്കിലും ഒരു സംഗതിയിൽ അയാൾക്ക് ശോഭിക്കപ്പെടേണ്ട അവസ്ഥ വരും. തീർച്ചയായും. രേണു പറഞ്ഞല്ലോ, രേണുവിന് എത്രയോ കമന്റുകൾ ഹേർട്ട് ചെയ്യാതെ പോയി. പക്ഷെ രേണു തെറി വരുമ്പോൾ രേണുവിന് ഹേർട്ട് ചെയ്യും. അതുപോലെ തന്നെ എനിക്കും എന്നെ മോശമായി വിചാരിക്കും. അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇന്നലെ സ്റ്റോറി ഇട്ടുണ്ട്. ആ സ്റ്റോറി നോക്കിയാൽ കാണാം. നിശബ്ദതയാണ് ഒരു മനുഷ്യന്റെ പ്രതികരണം. ഞാൻ പ്രതികരിക്കും, ആയിട്ടില്ല. പക്ഷെ ഞാനിപ്പോ വളരെ മാന്യമാരി പോകാം. എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ വീഡിയോസ് കാണാൻ വെയിറ്റ് ചെയ്യുന്ന കുറെ ചങ്കുകളുണ്ട്. അവരാണ് എന്റെ ശക്തി. നെഗറ്റീവുകൾ എന്റെ ശക്തിയാണ്. അവര് നെഗറ്റീവ് പറയട്ടെ. പക്ഷെ ചില ഹേർട്ടി കമന്റ് വന്നാൽ ദാസേട്ടൻ കോഴിക്കോട് ഒരു പ്രതികരണ ശേഷിയുള്ള ആളായി മാറും. എനിക്ക് തെറിവിളി കേട്ടാൽ അങ്ങനെ തന്നെയാവും. അതായിരിക്കും.